വളരെ സന്തോഷത്തോടു കൂടി ആദർശും നയനയും ഹണിമൂൺ ട്രിപ്പ് പോയോണ്ടിരിക്കുകയായിരിക്കും. പിന്നീടായി കാണിക്കുന്നത് ദേവിയാനിയുടെ അടുത്തോട്ട് ജാനകിയും അനാമികയും വരുന്നുണ്ട്. ഏട്ടത്തി, എന്നാലും ഇത്ര ചതിയൊന്നും ചെയ്യണ്ടായിരുന്നു. അനാമിക മോൾക്ക് എത്രമാത്രം സങ്കടമായെന്നറിയോ? അതിനെന്തിനാ അനാമിക സങ്കടപ്പെടുന്നേ? അല്ല, ഏട്ടത്തിയുടെ മകനും മരുമകളും ഹണിമൂണിന് പോയി. എന്നാ അനാമിക മോളും അനിയും ഇവിടുന്ന് എങ്ങോട്ടും പോയിട്ടില്ലല്ലോ. കല്യാണം കഴിഞ്ഞ എത്ര നാളായി? എന്നിട്ട് അവരെ നമ്മൾ ഇതുവരെ ഒരു ട്രിപ്പിന് പറഞ്ഞയച്ചിട്ടുണ്ടോ? മോളുടെ മനസ്സ് വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട് ഏട്ടത്തി. ഏട്ടത്തി എന്തായാലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഏട്ടത്തിക്കല്ലെങ്കിലും ഏട്ടത്തിയുടെ മകനും മരുമകളും അങ്ങനെ തന്നെയല്ലേ ഉള്ളൂ. അല്ലാതെ എന്റെ മരുമകളെ സ്നേഹിക്കാനൊന്നും ഏട്ടത്തിയെ കൊണ്ട് പറ്റില്ല. എല്ലാം കപട സ്നേഹമായിരുന്നു എന്ന് എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട്. ജാനകി, നിർത്ത്. ഞാൻ ആരെയും കപടമായിട്ട് സ്നേഹിക്കാറില്ല. അനാമിക മോള് എന്റെ മരുമകള് തന്നെയാ എന്ന് കരുതി നയനിയും എന്റെ മരുമകളാ, ആദർശ് എന്റെ മോനാ. അത് നീ മറക്കരുത്. അവരൊരു ഹണിമൂൺ ട്രിപ്പ് പോയെന്ന് കരുതിയിട്ട് ഇവളെന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? ഈ വീട്ടില് ആദ്യമായിട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് നയനയെയാ. നയനയുടെയും ആദർശിന്റെയും വിവാഹമാണ് ആദ്യം കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവരെല്ലാം ആദ്യം ഹണിമൂണ് പോണ്ടേ, പിന്നീടല്ലേ അനാമികയും അനിയൊക്കെ പോവേണ്ടേ. ഇനി നിനക്കത്ര നിർബന്ധമാണെങ്കിൽ ഇവരെയും ഹണിമൂണ് പറഞ്ഞു വിട്. അതിന് അനി സമ്മതിക്കണ്ടേ? അനിക്ക് മോളോട് ഒരു സ്നേഹവുമില്ല. അങ്ങനെ പറഞ്ഞ ഞാൻ എന്താ ചെയ്യാ ജാനകി? എനിക്ക് അങ്ങനെയൊന്നും നിർബന്ധിക്കാനൊന്നും പറ്റില്ല അനിയെ. പിന്നെ നയനയെ പറഞ്ഞു വിട്ടത് ഇനി ആദർശിന് അതൊരു സങ്കടം വേണ്ട എന്ന് കരുതിയിട്ടാ. എന്തായാലും ആദർശിനി നയനയെ ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവരൊന്നായി ജീവിക്കട്ടെ, അതിനിപ്പോ എന്താ എന്ന് ദേവയാനി പറയുമ്പോ കരഞ്ഞുകൊണ്ട് അനാമിക പറയുന്നുണ്ട്. വല്യമ്മയുടെ ഈ മാറ്റം എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. വല്യമ്മയ്ക്ക് എന്നോട് പണ്ടത്തെ സ്നേഹം ഒന്നുമില്ല അല്ലേ? എന്താ മോളെ, എനിക്ക് നിന്നോട് സ്നേഹമില്ല എന്ന് ആരാ പറഞ്ഞേ? നീ എന്റെ മരുമകളാ, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്. നീ ഒരു കാര്യം ചെയ്യേ, അനിയോട് പോയി സംസാരിക്കേ. നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടും ചാടിക്കളിച്ചും സംസാരിച്ചാല് അനി നിന്റെ അടുത്ത് അങ്ങനെയല്ലേ പെരുമാറൂ. നല്ല സ്നേഹത്തോടു കൂടി അനിയുടെ മനസ്സിലൊരു ഇടം നേട്. അങ്ങനെ നിങ്ങൾ ഇതേപോലെ നല്ല സന്തോഷത്തില് എങ്ങോട്ടെങ്കിലൊക്കെ യാത്ര പോ. അതൊക്കെ തന്നെയല്ലേ ഈ വല്യമ്മയ്ക്ക് ഏറ്റവും വലിയ സന്തോഷം. നയന ഈ വീട്ടിലോട്ട് കയറി വരുന്ന സമയത്ത് എനിക്കോ ആദർശിനോ ഒന്നും തന്നെ നയനയെ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോഴും എനിക്ക് അവളെ ഇഷ്ടമല്ല. എന്നാലും അങ്ങനെയല്ല, ആദർശിന്റെ മനസ്സിൽ അവളൊരിടം നേടി. അതുകൊണ്ട് തന്നെയാ അവരിപ്പം നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നത്. അതുപോലെ അനിയെ നീയും മനസ്സിലാക്കി അവനെ സ്നേഹിക്ക്. എന്നാ അനിയും നിന്നെ ആദർശ സ്നേഹിക്കുന്ന പോലെ തന്നെ സ്നേഹിക്കും. അത് വല്യമ്മയ്ക്ക് അനിയുടെ സ്വഭാവേ മനസ്സിലാവാത്തോണ്ടാ. അനി എത്രയൊക്കെ ഞാൻ സ്നേഹിച്ചാലും എന്നെ തിരികെ സ്നേഹിക്കില്ല. അവന്റെ മനസ്സിൽ ഇപ്പോഴും ഒന്ന് അന്തുവാ. അതുകൊണ്ടാ അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ. നീ അതാദ്യം മനസ്സിന്ന് എടുത്ത് കളയേ. നന്ദുവും അനിയും തമ്മില് അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. നീ വെറുതെ അതോർത്ത് മനസ്സിലിങ്ങനെ ഇട്ട് അവനോടത് പെരുമാറരുത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണ് ദേവയാനി. എന്നാൽ ദേവയാനിയുടെ മാറ്റമൊന്നും ഇവർക്കത്രങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. പിന്നീടായിട്ടാണെങ്കിൽ അനിയുടെ അടുത്തോട്ട് ദേഷ്യത്തോടു കൂടി അനാമിക വരുന്നുണ്ട്. എടാ, നീ ഇങ്ങനെ ഇരുന്നോടാ. നീ അറിഞ്ഞോ, നിന്റെ പുന്നാര ഏട്ടനും ഏട്ടത്തിയും ഹണിമൂൺ ട്രിപ്പ് പോയി. നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? അതെന്തിനാ എൻ്റെ അടുത്ത് പറയുന്നേ? അത് നല്ല കാര്യമല്ലേ? അവരൊരു ട്രിപ്പ് പോകണമെന്ന് എനിക്കും തോന്നിയിട്ടുള്ളതാ. അവർക്കേ ഈ സമയത്ത് ഒരു റിലീഫ് ആവശ്യമാണ്. അതുകൊണ്ട് അവർ ട്രിപ്പ് പോയി. എന്നാലും നിനക്ക് തോന്നുന്നില്ലല്ലോ എന്നെ പുറത്തോട്ടൊന്ന് കൊണ്ടുപോവാൻ? കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? നിന്റെ കൂടെ സന്തോഷത്തിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോന്നിട്ടുണ്ടോ? നിന്റെ ഈ എടുത്തുചാട്ടം കൊണ്ട് തന്നെയാ ഞാൻ നിന്നെ എങ്ങോട്ടും കൊണ്ടുപോവാത്തെ. നീ എന്തിനാണ് പിന്നെ മീശയും വെച്ച് നടക്കുന്നേ? നിന്നെ കൊണ്ടേ ഒന്നിനും പറ്റില്ല. സ്വന്തം ഭാര്യയെ ആദ്യം സന്തോഷിപ്പിക്കണം. അല്ലാതെ ഇങ്ങനെ മീശയും വെച്ച് നടന്നിട്ടേ ഒരു കാര്യമില്ല. എടി, നീ എന്തിനെന്നെ ശല്യം ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരുന്നേ? എനിക്ക് നിന്നോട് സംസാരിക്കാനേ താല്പര്യമില്ല. നീയായിട്ട് എന്തിനാ എന്റെ തലയിൽ കയറുന്നേ? ഞാൻ നിന്റെ തലയിൽ കയറാൻ വന്നതല്ല. എന്നെ പുറത്തോട്ട് കൊണ്ടുപോകണം. പറ്റില്ല. എനിക്കിപ്പോ പുറത്തോട്ട് കൊണ്ടുപോകാനുള്ള മൂടൊന്നുമില്ല. നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വഴക്കൂടുന്നു. നിന്നെ പുറത്തോട്ട് കൊണ്ടുപോയാലേ എന്റെ അവസ്ഥയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നാട്ടുകാരെ കൂടെ നിന്റെ ഈ സ്വഭാവം അറിയിക്കണോ? അല്ലെങ്കിലും അവളുമാരുടെ അത്രേ ആണുങ്ങളെ വളയ്ക്കാനുള്ളതൊന്നും എനിക്കറിയില്ലല്ലോ. അതുകൊണ്ടല്ലേ എല്ലാവരെയും വളച്ച് കയ്യിലെടുത്തിരിക്കുന്നേ. ഇപ്പൊ വല്യമ്മയെ വരെ കയ്യിലെടുത്തിരിക്കുകയല്ലേ. ഏട്ടത്തിയുടെ സ്നേഹം നിനക്ക് മനസ്സിലാവാത്തോണ്ടാ. ഏട്ടത്തിയുടെ നന്മ കാരണം തന്നെയാ വല്യമ്മ ഇപ്പോ ഏട്ടത്തിയോട് കുറച്ച് താഴ്ന്നൊക്കെ സംസാരിക്കുന്നത്. അത് നീ ആദ്യം മനസ്സിലാക്ക്. പിന്നെ ഏട്ടത്തിയുടെ സ്വഭാവത്തെക്കുറിച്ചൊന്നും നീ ഇങ്ങനെ വേണ്ടാത്തത് പറയണ്ട. ഏട്ടത്തിയുടെ 7 അയലത്ത് പോലും നിന്റെ സ്വഭാവം വെക്കാൻ പറ്റില്ല. നീ എന്ത് പറഞ്ഞാലും തുടങ്ങുമല്ലോ ഏട്ടത്തി പുരാണം. അതെന്തായാലും വേണ്ട. നിന്നെക്കൊണ്ടേ ഒന്നിനും സാധിക്കില്ല എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട്.
അപ്പൊ തന്നെ അനാമിക രേവതിയെയും വേണുവിനെയും ഇതെല്ലാം വിളിച്ച് പറയുവാണ്. അമ്മേ, അമ്മയ്ക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയോ? എനിക്കിവിടെ നിൽക്കാനൊന്നും പറ്റില്ല. എന്താ മോളെ, എന്താ കാര്യം? നീ അവിടുന്ന് എടുത്തു ചാടിയിട്ടൊന്ന് ഇറങ്ങി വരല്ലേ? അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം മോൾക്ക് അറിയുന്നതല്ലേ? എങ്ങനെയാ അമ്മ ഇവിടെ നിൽക്കുക? മോളെ സ്നേഹിക്കാൻ അവിടെ വല്യമ്മയും അമ്മയും ഒക്കെ ഇല്ലേ? പിന്നെ എന്തിനാ മോളെ നീ ഇങ്ങനെ എടുത്തു ചാടി ഓരോരോ തീരുമാനങ്ങളൊക്കെ പറയുന്നേ? അമ്മയ്ക്കറിയോ, ഇപ്പോ വല്യമ്മയ്ക്കും എന്നോട് അത്ര സ്നേഹമൊന്നുമില്ല. ആ നയനയുടെ പുറകെ തന്നെയാ വല്യമ്മ. ഇപ്പോ അവരെ ഹണിമൂൺ ട്രിപ്പിന് പറഞ്ഞു വിട്ടിരിക്കുക. ഹണിമൂൺ ട്രിപ്പിനോ? അപ്പോ ദേവിയാനി ചേച്ചി അതിന് സമ്മതിച്ചോ? സമ്മതിച്ചു. പൂർണ്ണ സമ്മതത്തോടു കൂടിയാ വല്യമ്മ അവരെ പറഞ്ഞു വിട്ടത്. മോളെ, നിങ്ങളല്ലേ ആദ്യം ഹണിമൂൺ ട്രിപ്പിന് പോകണ്ടേ? നിങ്ങളുടെ കല്യാണല്ലേ ഇപ്പം അടുത്ത് കഴിഞ്ഞത്. ആരെ കൂട്ടി പോവാനാ? അനിയെ കൂട്ടിയോ? അവനെ കൂട്ടി പോകുന്നേക്കാൾ നല്ലതേ പോവാതിരിക്കുന്നതാ. അമ്മേ, ഇതൊന്നും സഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അമ്മ എന്തായാലും അച്ഛനോട് പറയേ. ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ അച്ഛൻ്റെ അടുത്ത് പെട്ടെന്ന് പറയണം. മോളുടെ അച്ഛൻ ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം എന്നും പറഞ്ഞ് വേണുവിന് രേവതി ഫോൺ കൊടുക്കുന്നുണ്ട്. നിങ്ങളറിഞ്ഞോ, ആ നയനയെയും ആദർശിനെയും ഹണിമൂൺ ട്രിപ്പിന് പറഞ്ഞു വിട്ടിരിക്കുക ദേവിയാനി ചേച്ചി. ആഹാ, കാര്യങ്ങളൊക്കെ അത്ര വരെ എത്തിയോ? എന്താ മോളെ, എന്താ അവിടെ നടക്കുന്നേ? അച്ഛാ, എനിക്ക് പറ്റുന്നില്ല. ഇവിടെ ഇപ്പോ വല്യമ്മ പോലും എന്നെ നേരെ വന്നാൽ സ്നേഹിക്കുന്നില്ല. അവരുടെ കൂടെയാ വല്യമ്മ എപ്പോഴും. എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന വല്യമ്മ ഇപ്പൊ അവരെയാ സപ്പോർട്ട് ചെയ്യുന്നേ. അതൊന്നും എനിക്ക് പറ്റുന്നില്ല അച്ഛാ. മോള് വിഷമിക്കാതിരിക്കുക. അച്ഛനില്ല കൂടെ. അച്ഛനുണ്ടായിട്ട് എന്താ കാര്യം? അച്ഛനെ കൊണ്ട് ഒന്നിനും പറ്റില്ലല്ലോ. മോളെ അങ്ങനെ പറയല്ലേ. അല്ല, അവരെങ്ങോട്ടേക്കാ പോയിരിക്കുന്നേ? എങ്ങോട്ടാന്നൊന്നും ഞാൻ ചോദിച്ചില്ല. ഇവിടെ അടുത്ത് എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? ഇവിടെ അടുത്ത് തണുപ്പുള്ള ഏതെങ്കിലും സ്ഥലത്തോട്ട് തന്നെയായിരിക്കും പോയി കാണാം. ഏതെങ്കിലും റിസോർട്ടിലായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. മോള് സങ്കടപ്പെടാതിരിക്കുക. ഈ ഭാഗത്തുള്ള എല്ലാ റിസോർട്ടിലും അച്ഛൻ അറിയുന്ന ആൾക്കാരുണ്ട്. അച്ഛനൊന്ന് അന്വേഷിക്കട്ടെ. മോളുടെ മനസ്സ് വേദനിപ്പിച്ച് അവര് അങ്ങനെ ഹണിമൂൺ ട്രിപ്പ് ആഘോഷിക്കാനേ അച്ഛൻ സമ്മതിക്കില്ല. ചിരിച്ചു കളിച്ച് പോയവര് വരുമ്പോ കരഞ്ഞായിരിക്കും വരിക. അത് മോൾക്ക് അച്ഛൻ ഉറപ്പ് തരാം എന്ന് വേണു പറയുന്നുണ്ട്. ഇതിൽ സന്തോഷിച്ചായിരിക്കും അനാമിക നിൽക്കുന്നത്. അങ്ങനെ വേണു തപ്പിപ്പിടിച്ച് അവർ റിസോർട്ടെല്ലാം കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ ഫോളോ ചെയ്യാനായിട്ട് ഒരാളെ ഏൽപ്പിക്കുന്നുണ്ട്. കൃത്യമായിട്ട് വിവരങ്ങളെല്ലാം വേണുവിനെ അറിയിക്കുകയാണ്. അങ്ങനെയിരിക്കെയാണ് വേണു തീരുമാനിക്കുന്നത് വണ്ടി ഇടിച്ചിടാ എന്ന്. അങ്ങനെ അതിനായിട്ട് ഒരു ലോറിക്കാരനെ ഏൽപ്പിക്കുന്നുണ്ട്. നയനയും ആദർശും വളരെ സന്തോഷത്തില് വണ്ടിയെല്ലാം ഓടിച്ചു പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു ലോറി വന്ന് അവരെ വന്ന് ഇടിക്കുന്നത്. ബോധം നഷ്ടപ്പെട്ട ആദർശിനെയും നയനയെയും അവിടെയുള്ളവർ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. വിവരം അറിയിക്കാനായിട്ട് അമ്മയുടെ ഫോണിലോട്ടായിരിക്കും വിളിക്കുന്നുണ്ടായിരിക്കുക, ദേവയാനിയുടെ ഫോണിലോട്ട്. അങ്ങനെ ദേവയാനി ഇത് കേട്ട് ആകെക്കൂടെ ഷോക്കിലായിരിക്കും. കരഞ്ഞുകൊണ്ട് ജയനോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഈ വാർത്ത കേട്ട് സന്തോഷത്തിലായിരിക്കും നമ്മുടെ അനാമിക. എന്തായാലും അവരങ്ങനെ ഹണിമൂൺ ആഘോഷിക്കണ്ട. ഇനിയിപ്പോ രണ്ടെണ്ണത്തിന്റെയും ജീവൻ പോയാലും അതെനിക്ക് അത്രയും സന്തോഷാണ് എന്നൊക്കെയായിരിക്കും അനാമിക പറയുന്നത്. കാര്യമൊക്കെ നടന്നുവെന്ന് വേണു ഫോൺ ചെയ്ത് അനാമികയോട് പറയുന്നതോടുകൂടി ഇരട്ടി സന്തോഷായിരിക്കും അനാമികയ്ക്ക്.